ഹായ് ഫ്രണ്ട്സ്, മോംസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിന്ന് ബാംഗ്ലൂർ വന്നതിന് ശേഷം മാളിലോട്ട് പോവുക, മാൾ ഓഫ് ഏഷ്യ കാണാനായിട്ട് പോകുന്ന. അപ്പോൾ അവിടുത്തെ ചില കാഴ്ചകളൊക്കെ നിങ്ങളെയും കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ എല്ലാ സ്ഥലത്തും അവിടെ മൊബൈലിൽ നമുക്ക് വീഡിയോ എടുക്കാനൊന്നുള്ള അനുവാദം ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ എടുക്കാൻ പറ്റിയ സ്ഥലത്ത് എടുത്തിട്ടുണ്ട്, എടുക്കരുതെന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ അത് നിങ്ങളെ എല്ലാവരും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ നമ്മൾ കണ്ടിരിക്കേണ്ടുന്ന ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. എന്തോ രസമാണെന്നറിയാമോ, പറഞ്ഞറിയിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അത് നമ്മുടെ ഇപ്പോൾ പുറത്ത് നിൽക്കുന്നതാണ്. പുറത്ത് നമ്മൾ വണ്ടി വന്നിട്ട് ഇതുപോലെ ഇങ്ങനെ പുറത്തുള്ള കാഴ്ചകളൊന്ന് വീഡിയോയിൽ പകർത്തിയെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഭയങ്കര രസമാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ലായിരുന്നു. ഇപ്പോൾ തിയേറ്ററൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിനിമ കാണാമെന്ന് വിചാരിച്ചു, മക്കൾക്കൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സമയം ഇച്ചിരി കൂടുതലായതുകൊണ്ട് നമ്മൾ സിനിമ കാണാനായിട്ട് നിന്നില്ല. അപ്പോൾ എല്ലാ സ്ഥലത്തും നമുക്ക് കാണാനും പറ്റിയിട്ടില്ല കേട്ടോ. അത്രയും സമയം വേണം. അത് മാത്രമല്ല, എ സിക്കകത്തോട്ട് കയറി യാത്രയൊക്കെ ചെയ്തുകൊണ്ട് ഭയങ്കര തലവേദനയൊക്കെ ആയിരുന്നു. അപ്പോൾ ഒത്തിരി സമയം അങ്ങനെ ഇത് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും നമ്മൾ കഴിവിൻ്റെ പരമാവധിയൊക്കെ നോക്കി അത് കഴിഞ്ഞപ്പോൾ നമ്മളവിടെ നിന്ന് തിരിച്ചിറങ്ങുകയും ചെയ്തു കേട്ടോ. അപ്പോൾ കണ്ടോ, ഈ ഫ്രണ്ടിൽ നമ്മൾ വരുമ്പോൾ ഉണ്ടല്ലോ, ഇവരിങ്ങനെ ഈ ചെടി വെച്ചേക്കുന്ന നല്ല രസമാണ് കാണാൻ കേട്ടോ. 4 സൈഡും കളർ ചെടി വെച്ചിട്ട് നടുക്ക് വേറെ ഒരു ചെടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വെള്ള പൂക്കൾ ഇങ്ങനെ പൂത്ത് നിൽപ്പുണ്ട്, കാണാൻ നല്ല ഭംഗി. അതുപോലെ ഈ വെള്ളച്ചാട്ടം കണ്ടോ, സന്ധ്യ ആകുമ്പോൾ ഇതിൻ്റെ ലൈറ്റ് കത്തും കേട്ടോ, കാണാൻ സൂപ്പറാണ്. അപ്പോൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ അയ്യോ പറയണ്ട, എന്തെല്ലാം സാധനങ്ങളാണോ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ വന്നു പോയി, ഇഷ്ടം പോലെ ആൾക്കാരാണ്. കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഇപ്പോഴും അതുപോലൊക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ. കാണാൻ നമുക്ക് ഈ 2 കണ്ണൊന്നും മതിയാവത്തില്ല മക്കളെ, അത്രയ്ക്കുണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മളിങ്ങനെ കാണുമായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ, പാവക്കുട്ടിയുടെ ഒരിതായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് എടുത്തെന്നുള്ളതേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ കണ്ടോ, മുമ്പോട്ട് ഇങ്ങനെ ഓരോരോ സാധനങ്ങളും നോക്കി. അപ്പോൾ എല്ലാം നമുക്ക് വാങ്ങിക്കാനൊന്നും ഒക്കത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പറ്റുന്നിടത്ത് കയറി ഒന്ന് കാണുക, ആസ്വദിക്കുക, അത്രയേ ഉള്ളൂ. ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെയല്ലേ പറ്റത്തുള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലൊരു സന്തോഷം എന്ന് പറയുന്നത്. അല്ലാതെ ഒത്തിരി കാശും പണവും ഒന്നുമല്ല. സമാധാനവും സന്തോഷവും എല്ലാവരും ഒത്തൊരുമിച്ചുള്ള യാത്രകൾ ഇതൊക്കെയല്ലേ. അതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണല്ലോ. അപ്പോൾ ഇത് കണ്ടോ, നല്ല ചെടികൾ. പക്ഷേ നമുക്ക് ദൂരം നിന്ന് കാണുമ്പോൾ തോന്നും ഇത് ഒറിജിനലാണെന്ന് കേട്ടോ. ഞാൻ അടുത്ത് ചെന്നൊന്ന് പിടിച്ചൊക്കെ നോക്കിയായിരുന്നു. ഇത് ഒറിജിനലൊന്നും അല്ല, പക്ഷേ ഒറിജിനൽ ചെടിയെ വെല്ലുന്ന തരത്തിലാണ് അവരിത് ചെയ്തു വെച്ചേക്കുന്നത് കേട്ടോ. എന്താ പറയാനാ, നമുക്ക് അവിടെ നിന്ന് വരാനുള്ള മനസ്സ് വരത്തില്ലെന്നേ കണ്ടു കഴിഞ്ഞാൽ. അത്ര അങ്ങ് സൂപ്പറാണ് കാണാൻ. ഇത് ഫ്രണ്ടിൽ നമ്മൾ കയറി ആദ്യം കാണുന്ന കുറേ കാഴ്ചകളാണ് കേട്ടോ. നമ്മൾ കയറി കഴിഞ്ഞിട്ട് നമ്മൾ ബാക്ക് സൈഡിൽ കൂടെ കയറിയ ഫ്രണ്ട് ഭയങ്കര ഇതായിരിക്കും എന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ അവിടെ നിന്ന് കയറിയപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ താഴെ നിന്ന് ഇങ്ങനെ ഒന്ന് മുകളിലോട്ടുള്ള കാഴ്ചകളൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്തെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ മൊബൈലിലാണ് എടുക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് അത്ര ക്ലാരിറ്റി ഒന്നും കാണത്തില്ല. അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കൂട്ടുകാരെ ഒന്ന് കാണിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തതാണ്. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ഫോട്ടോ എടുക്കാൻ പാടില്ലെന്നും വീഡിയോ എടുക്കാൻ പാടില്ലെന്നും അവർ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും നമുക്കിതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുമില്ല കേട്ടോ. പറ്റിയ സ്ഥലങ്ങളിലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രസമാണ് എൻ്റെ പൊന്നെ, കണ്ടോ. എനിക്ക് പക്ഷേ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ ഒരു ഇതുണ്ടെന്നുള്ളതല്ലാതെ. പക്ഷെ എന്താ പറയാനാ, നമ്മളിങ്ങനെയൊക്കെ പോകുമ്പോൾ പക്ഷെ നമ്മുടെ ശരീരത്തിന് നല്ല സുഖമൊക്കെ വേണം. അപ്പോഴേ ഒരു എൻജോയ് ചെയ്ത് നമുക്കിതൊക്കെ ഒന്ന് കാണാനൊക്കത്തുള്ളൂ. കണ്ടോ, ലൈറ്റാ, എന്ത് രസമാണെന്ന് നോക്കിയേ, കണ്ടോ. ഭയങ്കര രസമാണ് കേട്ടോ. പക്ഷേ ഈ ലൈറ്റ് കത്തിക്കഴിഞ്ഞ് കാണുമ്പോൾ ഉണ്ടല്ലോ, അടിപൊളിയാണ്. ഇത് കണ്ടോ, കുറേ കപ്പും സോസറും ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. പക്ഷേ അതിൻ്റെ വിലയൊന്നും ഞാൻ പറയുന്നില്ല, ഭയങ്കര വിലയാണ് കേട്ടോ. അപ്പോൾ നമുക്കെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി കാണാം എന്ന് വിചാരിച്ചെന്നുള്ളതേ ഉള്ളൂ. കണ്ടോ, എന്ത് ഭംഗിയാന്ന് നോക്കിയേ, നല്ല രസമാണ് കാണാൻ. അപ്പോൾ നമ്മൾ വീട്ടമ്മമാർക്കൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളല്ലേ ഇഷ്ടം. എനിക്കിങ്ങനത്തെയൊക്കെ ഇഷ്ടം കേട്ടോ. കണ്ടാൽ ഞാൻ മേടിക്കാൻ ആദ്യം നോക്കുന്നത് ഇങ്ങനത്തെ സാധനങ്ങളാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഈ ബാഗ് തന്നെ, അതിൻ്റെ വില ഞാൻ പറയുന്നില്ല, അത്രയ്ക്ക് വിലയാണ്. എന്തു പറയാനാ, കണ്ടോ, ഒരു കുഞ്ഞു കട്ടിൽ, അതിന് ചേർന്ന ഒരു കുഞ്ഞുമക്കൊക്കെയുള്ള ഒരു സാധനമായിരുന്നു അത്, ആ കട്ടിലും അതൊക്കെ. അപ്പോൾ ഇതൊക്കെ കണ്ടോ, ഇത് വേറൊരു ലൈറ്റാണ് കേട്ടോ. നോക്കിയേ, ഇവിടെ എന്താണ്ട് പരിപാടി നടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. അപ്പോൾ എല്ലാവരും വീഡിയോ എടുത്ത കൂട്ടത്തിൽ ഞാനും അങ്ങ് എടുത്തെന്നുള്ളതേ ഉള്ളൂ. ഇത് വേറൊരു രസം കണ്ടോ, എന്ത് രസമാണെന്ന് നോക്കിയേ.
എത്ര കണ്ടാലും മതി വരത്തില്ല കേട്ടോ. വേണ്ടേ, കണ്ടോ? ഉഫ്, ഇതൊക്കെ വാങ്ങിച്ച് വീട്ടിനകത്ത് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ എൻ്റെ പൊന്നോ, ഒന്നും പറയാനൊക്കത്തില്ല മക്കളെ. എന്ത് രസമാണെന്ന് പറയാം. പക്ഷെ ഭയങ്കര വിലയാണ് കേട്ടോ. കാണാൻ ഭയങ്കര രസമൊക്കെയാണ്, പക്ഷെ വിലയുണ്ട്. പക്ഷെ കണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് വരാനുള്ള മനസ്സില്ലായിരുന്നു, അത്രയ്ക്ക് രസമാണ് കണ്ടിട്ട്. അപ്പോൾ എല്ലാം ഒന്ന് കയറി. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞു, വീണ്ടും വീണ്ടും പറയുന്നത് അതുകൊണ്ട്, ചില സ്ഥലങ്ങളിലൊന്നും ഒരു മൊബൈൽ നമ്മൾക്ക് വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ അനുവാദം ഇല്ല കേട്ടോ. അവർ സമ്മതിക്കുന്നില്ലായിരുന്നു. അപ്പോൾ സമ്മതിച്ച സ്ഥലങ്ങളിൽ മാത്രമേ നമ്മളിത് എടുത്തിട്ടുള്ളൂ. കണ്ടോ, നോക്കിയേ, നല്ല രസമുള്ള കാഴ്ചകൾ, മനോഹരമായ കാഴ്ചകളാണ് ഇതെല്ലാം. അപ്പോൾ ഇടയ്ക്ക് എൻ്റെ ഷോളൊന്നും അവിടെ കയറി കുരുങ്ങി കേട്ടോ, അതോ ഞാൻ പിടിച്ച് ഫ്രണ്ടിലോട്ട് വെച്ചേക്കുന്നത്. എന്തെങ്കിലും ഒന്ന് വീണ് പൊട്ടിപ്പോയാൽ നമ്മളതിന് കാശ് കൊടുക്കാതെ പുറത്തിറങ്ങാനൊക്കത്തില്ല. കണ്ടോ, നല്ല രസമാണ്. പറ്റുമെങ്കിൽ ഒരെണ്ണമൊക്കെ മേടിച്ച് നമ്മുടെ വീട്ടിൽ വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഓർമ്മകളൊക്കെ ഇങ്ങനെ അയവിറക്കാൻ പറ്റുമെന്ന് നമ്മൾ പോയതും. ഇത് പക്ഷേ കല്ലിലുണ്ടാക്കി വെച്ചേക്കുന്ന കേട്ടോ. പക്ഷെ കല്ലാണെന്ന് കണ്ടാൽ അറിയത്തില്ല, തൊട്ട് നോക്കുമ്പോഴേ നമുക്ക് അറിയത്തുള്ളത് കല്ലാന്നുള്ളത്. നല്ല രസമുണ്ട്. ഇതൊക്കെ നമ്മൾ സത്യം പറഞ്ഞാണ്ടല്ലോ, കണ്ടില്ലെങ്കിൽ മിസ് ചെയ്താൽ വല്ലാത്തൊരു നഷ്ടമായിപ്പോകും. അപ്പോൾ എല്ലാവർക്കും ബായ്.